നമസ്കാരം. CPM ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അങ്ങനെയായിരുന്നു പണ്ട്. പക്ഷേ ഇന്ന് CPM പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ കോർപ്പറേറ്റ് കമ്പനിയുടെ നടത്തിപ്പുകാരൻ മാത്രമായി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അധപതിച്ചിരിക്കുന്നു. ഇന്ന് ഈ പാർട്ടിയിലുള്ളത് അണികളല്ല, മറിച്ച് ആശ്രിതർ മാത്രമാണ്. പാർട്ടി ഔദാര്യം പോലെ എറിഞ്ഞുകൊടുത്ത എല്ലിൻ കഷണങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനായി പാർട്ടി നേതാക്കൾ ചെയ്യുന്ന എന്ത് തെമ്മാടിത്തരങ്ങളെയും എന്ത് അഴിമതികളെയും കണ്ണടച്ചു ന്യായീകരിക്കുകയും എതിർക്കുന്നവരെയും വിമർശിക്കുന്നവരെയും പുളിച്ച തെറി കൊണ്ട് അഭിഷേകം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നവർ മാത്രമായി മാറിയിരിക്കുന്നു ഈ പാർട്ടിയുടെ അടിമകൾ എന്ന അണികൾ. AKGയും EMSും VSും ലോറൻസും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാർ തങ്ങളുടെ ജീവനും ജീവിതവും ബലി കൊടുത്താണ് ഈ പ്രസ്ഥാനത്തെ വളർത്തിയത്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അവിടെയാണ് പിണറായി വിജയനെ പോലെയുള്ള പുഴുക്കുത്തുകൾ കടന്നുകയറി ആ പ്രസ്ഥാനത്തെ ഇത്രയേറെ നശിപ്പിച്ചത്. ഒരിക്കലും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകാനാകാത്ത വിധം തകർത്തെറിഞ്ഞത്. സഖാക്കൾ നെഞ്ചേറ്റിയ ചെങ്കൊടി ഇന്ന് വെറുമൊരു ചുവന്ന തുണിക്കഷണം മാത്രമായി മാറിയിരിക്കുന്നു. പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ പറയുന്ന വിഡ്ഢിത്തരങ്ങൾ കേട്ടാൽ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കേൾക്കുന്നവർക്ക് തോന്നിപ്പോകും. അതിൻ്റെ ഉദാഹരണമാണ് കേരളയിലുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കുമ്പോൾ ഷൊർണൂരിൽ നിന്ന് അപ്പവും കൊണ്ട് സ്ത്രീകൾ കൊച്ചിയിൽ വന്ന് അത് വിറ്റിട്ട് വീട്ടിൽ പോയി ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞ ഉദാഹരണം. ഇതിനെല്ലാം പുറമെ അസഹനീയമാണ് ഇദ്ദേഹത്തിൻ്റെ വിഡ്ഢിച്ചിരി. പറഞ്ഞു വരുന്നത്, വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത് ഗോവിന്ദൻ്റെ ഭാര്യ PK ശ്യാമളയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ആരാണ് PK ശ്യാമള? ശ്യാമളയ്ക്ക് സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യത എന്താണ്? എന്തുകൊണ്ട് KK ശൈലജയെ പോലെയുള്ള താരതമ്യേന ജനസമ്മതിയുള്ളവരെ തഴഞ്ഞ് ആന്തൂർ സാജന്റെ മരണത്തിനിടയാക്കിയ ഈ സ്ത്രീക്ക് മത്സരിക്കാൻ അവസരം നൽകി? സാധാരണക്കാരായ എല്ലാവരുടെയും മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമാണിത്. ഒരിക്കലും ജയിക്കാൻ പാടില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് PK ശ്യാമള. കാരണം ഈ അവസരത്തിൽ നമ്മൾ ആന്തൂരിലെ വ്യവസായിയും സഖാവുമായ പാറയിൽ സാജനെക്കുറിച്ച് ഓർക്കണം. അയാളുടെ ഭാര്യയെക്കുറിച്ച് ഓർക്കണം. പതിറ്റാണ്ടുകൾ വിദേശത്ത് പോയി വിയർപ്പൊഴുക്കി സമ്പാദിച്ച് അയാൾ കെട്ടിപ്പൊക്കിയ പാർത്ഥ കൺവെൻഷൻ സെന്ററിനെ കുറിച്ച് ഓർക്കണം. അയാളുടെ പറക്കമുറ്റാത്ത കുട്ടികളെക്കുറിച്ച് ഓർക്കണം. പലതവണ തൻ്റെ കൺവെൻഷൻ സെന്ററിൻ്റെ പ്രവർത്തനാനുമതിക്ക് വേണ്ടി സാജൻ PK ശ്യാമള അധ്യക്ഷയായിരുന്ന ആന്തൂർ നഗരസഭയുടെ തിണ്ണ കയറിയിറങ്ങി. പക്ഷേ താൻ ഇവിടെ നഗരസഭ അധ്യക്ഷയായിരിക്കുന്നിടത്തോളം കാലം നിന്റെ കൺവെൻഷൻ സെന്റർ പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞത് PK ശ്യാമളയായിരുന്നു. കോടികൾ മുടക്കിയ തൻ്റെ സ്ഥാപനം ഇനി തുറന്നു പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം തളർത്തിയപ്പോഴാണ് അയാൾ സ്വയം ജീവനൊടുക്കിയത്. അന്നും വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു. നഷ്ടപ്പെട്ടത് സാജനും അയാളുടെ കുടുംബത്തിനും മാത്രമാണ്. സാജൻ മരിച്ചത് PK ശ്യാമളയുടെ മാനസിക പീഡനം കൊണ്ടല്ല, മറിച്ച് അയാളുടെ ഭാര്യയും ഡ്രൈവർ മൻസൂറും തമ്മിലുള്ള അവിഹിതം നേരിൽ കണ്ടതുകൊണ്ടാണെന്ന് അയാളെ അടക്കം ചെയ്ത പച്ച മണ്ണുണങ്ങുന്നതിന് മുൻപ് പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ എഴുതി. 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും സാജനും വിസ്മൃതിയിൽ. പക്ഷേ ഗോവിന്ദന്റെയും ഭാര്യയുടെയും ഉയർച്ച തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. MLA ആയിരുന്ന ഗോവിന്ദൻ പിന്നീട് കുറച്ചുകാലം മന്ത്രിയായി. അതിനുശേഷം കോടിയേരി ബാലകൃഷ്ണൻ സ്ഥാനമൊഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി. ചുരുക്കി പറഞ്ഞാൽ കമ്പനി മുതലാളിയായ പിണറായി വിജയന്റെ ഏതാജ്ഞയും ശിരസ വഹിക്കുന്ന ഒരു കാര്യസ്ഥൻ മാത്രമായി MV ഗോവിന്ദൻ അധപതിച്ചു. തളിപ്പറമ്പിലെ നിലവിലെ MLA ആണ് ഗോവിന്ദൻ. ഇപ്പോൾ താൻ പാർട്ടി സെക്രട്ടറിയായ സ്ഥിതിക്ക് ഇനി ഭാര്യയെ മത്സരിപ്പിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അപ്പോഴേക്കും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് പാർട്ടി പറയുന്ന അർജുൻ ആയങ്കി ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തി. പ്രാദേശികമായി കടുത്ത എതിർപ്പാണ് ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഉയരുന്നത്. പ്രാദേശികമായി മാത്രമല്ല, കേരളത്തിലെ ഇടതനുഭാവികളായ വലിയൊരു ശതമാനം പേർക്കും ഇതിനോട് യോജിപ്പില്ല. അങ്ങനെയാണ് ഇന്നലെ MV ജയരാജനെയോ MV നികേഷ് കുമാറിനെയോ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കുമെന്നുള്ള വാർത്ത പുറത്തു വന്നത്. പക്ഷേ ആ വാർത്തയ്ക്ക് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരം PK ശ്യാമള തന്നെയാണ് തളിപ്പറമ്പിലെ LDF സ്ഥാനാർത്ഥി എന്നുള്ള വാർത്തയ്ക്ക് സ്ഥിരീകരണമുണ്ടായി. ഇനി നമുക്ക് 5 വർഷം പിന്നിലേക്ക് പോകാം. 2021 തെരഞ്ഞെടുപ്പിൽ കമ്പനി മുതലാളിയായ പിണറായി വിജയൻ തൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിനെ ജയിക്കുമെന്നുറപ്പുള്ള ബേപ്പൂർ മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ചെടുത്തു. പിന്നീട് 2 പണം വാരി വകുപ്പുകളും റിയാസിന് നൽകി, ടൂറിസവും പൊതുമരാമത്തും. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ വളപ്പിൽ തന്നെ മകളെയും മരുമകനെയും വാഴിച്ചു പിണറായി വിജയൻ. കേരളത്തിലെ സാധാരണക്കാർക്ക് എല്ലാം അറിയാം. പക്ഷേ വിവരവും വെള്ളിയാഴ്ചയുമില്ലാതെ അന്ധമായി പിണറായി വിജയനെയും ഗോവിന്ദനെയും പോലെയുള്ള നേതാക്കളെ ന്യായീകരിക്കുന്ന വിവരദോഷികളായ അന്തം കമ്മികൾ ഇതൊക്കെയൊന്ന് മനസ്സിലാക്കണം.
മനസ്സിലാക്കണം. കഴിഞ്ഞ തവണയാണ് മത്സരിക്കുന്നതിന് പ്രായപരിധി മാനദണ്ഡം കൊണ്ടുവന്നത്. പക്ഷേ അത് തനിക്ക് മാത്രം ബാധകമാക്കിയില്ല പിണറായി വിജയൻ. 2-3 തവണ മത്സരിച്ചു ജയിച്ച എത്രയോ MLA ഉണ്ടായിട്ടും മന്ത്രിയാക്കിയത് സ്വന്തം മരുമകനെ തന്നെയാണ്. പക്ഷേ എതിർത്ത് ഒരക്ഷരം ചോദിക്കാൻ ഒരുത്തനും ധൈര്യമുണ്ടായില്ല. ഇപ്പോഴും പിണറായി വിജയൻ ഇതൊന്നും ബാധകമല്ല. KK ശൈലജയെ മട്ടന്നൂരിൽ മത്സരിപ്പിക്കണമെന്നായിരുന്നു പാർട്ടിയുടെ ആദ്യ തീരുമാനം. ശൈലജയ്ക്കും അതായിരുന്നു താല്പര്യം. പക്ഷേ ശൈലജയ്ക്ക് ഒട്ടും താല്പര്യമില്ലാത്ത പേരാവൂർ മണ്ഡലത്തിലേക്ക് അവരെ മാറ്റി. CPM-ന് അധികം സ്വാധീനമൊന്നുമില്ലാത്ത മണ്ഡലമാണ് പേരാവൂർ. അവിടെ KK ശൈലജയുടെ എതിർ സ്ഥാനാർത്ഥി KPCC അധ്യക്ഷനായിരുന്ന സണ്ണി ജോസഫാണ്. അപ്പോൾ ശൈലജയുടെ തോൽവി ഏറെക്കുറെ ഉറപ്പായി. ശൈലജയ്ക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലമായിരുന്നുവെങ്കിൽ തീർച്ചയായും, അതായത് മട്ടന്നൂർ പോലെയുള്ള ഒരു മണ്ഡലമായിരുന്നുവെങ്കിൽ തീർച്ചയായും അവർ വിജയിക്കുമായിരുന്നു. എന്തായാലും പേരാവൂരിൽ KK ശൈലജ ജയിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. വേണമെങ്കിൽ ജയിച്ചു വരട്ടെ എന്നതാണ് പാർട്ടിയുടെ നിലപാട്. പക്ഷേ ഗോവിന്ദൻ്റെ ഭാര്യ ശ്യാമളയെ ജയിക്കുമെന്നുറപ്പുള്ള മണ്ഡലത്തിൽ മത്സരിപ്പിക്കണം, ജയിപ്പിച്ചെടുക്കണം. ചുരുങ്ങിയ പക്ഷം കുടുംബത്തിൽ നിന്ന് ഒരു MLA എങ്കിലും വേണം. ഭർത്താവ് പാർട്ടി സെക്രട്ടറി, ഭാര്യ MLA. കൊള്ളാം. മുദ്രാവാക്യം വിളിക്കാനും രക്തസാക്ഷിയാകാനും പോലീസിൻ്റെയും എതിരാളികളുടെയും തല്ലുകൊള്ളാനും അണികൾ എന്ന ആശ്രിതർ. മത്സരിക്കാനും ജയിക്കാനും MLA-യും മന്ത്രിമാരുമാകാനും നേതാക്കളുടെ സ്വന്തക്കാർ. അവർ തന്നെ ഒരു നിലപാടെടുക്കും. ഞങ്ങൾ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട് എന്നൊക്കെ ഗീർവാണമടിക്കും. പക്ഷേ സൗകര്യം കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സമയത്ത് ആ നിലപാടിൽ വെള്ളം ചേർത്ത് അവർ നിലപാട് മാറ്റും. അതാണ് ഉളുപ്പില്ലാത്ത ഈ ഒരു CPM-കാരുടെ രീതി. മാറ്റി പറയുന്നതിന് അവർക്ക് യാതൊരു ഉളുപ്പുമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പച്ചക്കള്ളങ്ങളാണ് പടച്ചുവിടുന്നത്. KSRTC ബസ്സുകളുടെ 3 വശങ്ങളിലും കോടികൾ മുടക്കിയാണ് സർക്കാരിൻ്റെ പരസ്യം ചെയ്തിരിക്കുന്നത്. പിണറായി വിജയൻ്റെ മുഖത്തോടു കൂടിയ ചിത്രം. അതിൽ പറഞ്ഞിരിക്കുന്നതാകട്ടെ നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങളും. പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ, വർഗീയ കലാപമില്ലാത്ത 10 വർഷങ്ങൾ, സ്ത്രീ സുരക്ഷയുടെ 10 വർഷങ്ങൾ, ഇങ്ങനെ പോകുന്നു ആ പരസ്യവാചകങ്ങൾ. വർഗീയ കലാപമില്ലാത്തതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഈ കലാപത്തിന് ആസൂത്രണം ചെയ്യുന്നവരും നടത്തുന്നവരുമാണല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അഥവാ കലാപം ഉണ്ടാകണമെങ്കിൽ തന്നെ അത് ഈ സർക്കാർ മാറി അടുത്ത സർക്കാർ അധികാരത്തിൽ വരുമ്പോഴായിരിക്കും. പിന്നെ സ്ത്രീ സുരക്ഷയുടെ കാര്യം. ആംബുലൻസിലും ICU-ലും പോലും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടു പിണറായി സർക്കാരിൻ്റെ കാലത്ത്. സ്ത്രീകളുടെ വയറ്റിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് കത്രിക വെച്ച് തുന്നിക്കെട്ടിയ സംഭവങ്ങളുണ്ടായി. പക്ഷേ അപ്പോഴൊക്കെ അവർക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുക്കാനോ അവരോടൊപ്പം നിൽക്കാനോ തയ്യാറാകാതെ അവരെ തള്ളി പറയുകയാണ് ആരോഗ്യമന്ത്രിയും സർക്കാരും ചെയ്തത്. പിന്നെ സ്ത്രീ സുരക്ഷയുടെ മറ്റൊരു ഉദാഹരണം. 1-2 3 മാസത്തോളമാണ് തുച്ഛമായ ശമ്പള വർധനവിനു വേണ്ടി രാപ്പകലില്ലാതെ മഴയും വെയിലും എന്നില്ലാതെ ആശാ വർക്കർമാർ പിണറായി വിജയൻ്റെ മൂക്കിന് താഴെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടിണി കിടന്നും തലമുണ്ടനം ചെയ്തുമൊക്കെ സമരം ചെയ്തത്. അവരൊക്കെ സ്ത്രീകളല്ലേ? പിന്നെ എവിടെയാണ് സ്ത്രീ സുരക്ഷ വീണ ജോർജിനും ചിന്താ ജെറോമിനും ഷൈൻ ടീച്ചർക്കും ഒക്കെ മാത്രം മതിയോ? ആ സ്ത്രീ സുരക്ഷയാണോ സർക്കാർ ഉദ്ദേശിച്ചത്? അപ്പോൾ പറഞ്ഞു വന്നത്, നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ പാർട്ടിയെ വീണ്ടും നശിപ്പിക്കാനായി ഗോവിന്ദനെ പോലെയുള്ളവർ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല ബന്ധുക്കളുടെ ആധിപത്യം. വിജയരാഘവൻ്റെ ഭാര്യ ബിന്ദു അധ്യാപക ജോലി രാജിവെച്ചിട്ടാണ് തൃശ്ശൂർ കോർപ്പറേഷനിൽ മത്സരിച്ച് മേയറായത്. അങ്ങനെ ഇരിക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു. അവിടെ മത്സരിച്ച് ജയിച്ചു മന്ത്രിയായി. വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോയിലുണ്ട്. P. ജയരാജൻ ഖാദി ബോർഡ് ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ സഹോദരി സതീദേവി വനിതാ കമ്മീഷൻ അധ്യക്ഷ. മന്ത്രി V. ശിവൻകുട്ടിയുടെ ഭാര്യ പാർവതി ദേവി PSC മെമ്പർ. EMSൻ്റെ മകൾ EM രാധ വനിതാ കമ്മീഷൻ അംഗം. പിന്നെ മേഴ്സിക്കുട്ടിയമ്മ, അവരുടെ ഭർത്താവ് തുളസീധരൻ, കൊല്ലം മേയറായിരുന്ന പ്രസന്ന ഏണസ്റ്റ്, അവരുടെ ഭർത്താവ് ഏണസ്റ്റ്. അങ്ങനെ പാർട്ടി നേതാക്കളുടെ ഭാര്യമാർക്കും മക്കൾക്കും എല്ലാം സ്ഥാനമാനങ്ങളുണ്ട്. മറ്റ് പല നേതാക്കളുടെയും ഭാര്യമാർക്ക് കനത്ത ശമ്പളത്തിൽ പിൻവാതിൽ നിയമനങ്ങൾ നൽകി. അപ്പോൾ കൂടുതലൊന്നും ഇനി പറയാനില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം CPM പിണറായി വിജയൻ്റെ ഒരു സ്വകാര്യ കമ്പനിയായി അധപതിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഇനിയെങ്കിലും മരക്കഴുതകളായ ആശ്രിതരായ അണികൾ മനസ്സിലാക്കണം. PK ശ്യാമളയെ പോലെയുള്ള ഒരാളെ ജയിപ്പിച്ചാൽ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. ഈ ഗോവിന്ദനൊക്കെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്നത് കൊണ്ട് പാർട്ടിക്ക് കൂടുതൽ നാണക്കേടുണ്ടാകുകയേ ഉള്ളൂ. കാരണം അത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇനിയെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കുക, മുന്നോട്ട് പോകുക. കാരണം 33 കൊല്ലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം ബംഗാളിനെ തകർത്തെറിഞ്ഞപ്പോൾ അവിടുത്തെ സഖാക്കൾക്ക് ഓടി വരാനായി മറ്റ് സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. കേരളത്തിലെ സഖാക്കൾക്ക് ഓടാനുള്ള വഴി പോലും ഉണ്ടാകില്ല. ജനങ്ങൾ സഹികെട്ടിരിക്കുകയാണ്. അവർ ഓടിച്ചിട്ട് കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഇത്തരം നിലപാടുകളെ എതിർത്ത് മുന്നോട്ട് പോയാൽ കുറച്ചു കാലമെങ്കിലും CPM എന്ന ഈ കറക്കു കമ്പനിയുടെ പേരും പറഞ്ഞ് ഇവിടെ ജീവിക്കാം.